എനിക്ക് എൻ്റെ മക്കളെ വെച്ചുകൊണ്ട് ഞാൻ ഒരുത്തിൻ്റെ കൂടെ പോകത്തില്ല. ഞാൻ അകത്തൊരു സ്ത്രീയല്ല, എനിക്ക് മക്കളാണ് ഉയിര്. ഞാനൊരു അമ്മയാ. ഓക്കെ, എൻ്റെ മക്കൾക്ക് ഇഷ്ടമുണ്ടോ ഞാൻ ഓക്കെ. എൻ്റെ മക്കളുടെ കൂടെ ഞാൻ ഒരുത്തിൻ്റെ കൂടെ കിടക്കുന്നൊന്നുമില്ല എൻ്റെ മക്കളുടെ മുന്നിൽ വെച്ചിട്ട്. എനിക്ക് താല്പര്യമില്ല. ഞാൻ നൊന്ത് പ്രസവിച്ച കുട്ടികളാ. ഓക്കെ, ചാച്ചനും അമ്മച്ചിയും ചേച്ചി വിളിച്ചിട്ട് പറയാം. ചാച്ചനും അമ്മച്ചിയും പോയി കഴിഞ്ഞാൽ ക്ലോസ്. ബിജിക്ക് ഇങ്ങനെ ഒരു അമ്മച്ചിയില്ല, ഇങ്ങനൊരു ചാച്ചനുള്ള അവർക്ക് കിട്ടുന്ന സ്നേഹം അവരില്ലാണ്ടാക്കും. എൻ്റെ വാക്ക്. എൻ്റെ മക്കളെ സേഫായിട്ട് ഞാൻ നിർത്തും. പക്ഷെ അവിടെ കഷ്ടപ്പെടുന്നത് തള്ളയായിരിക്കും. ഓക്കെ, തള്ളക്ക് കിട്ടുന്ന ഫ്രീഡൊന്നും കിട്ടില്ല. പിന്നെ ആ പൂറിമോള് കല്യാണം കഴിച്ചാൽ ഒരു പുണ്ണാക്കിലെ പൂറിമോള് എന്നെ നിലത്താൻ വരണ്ട. പണ്ടത്തെ ബിജിയല്ല ഇപ്പോഴത്തെ ബിജി. ഇപ്പോഴത്തെ ബിജിക്ക് എന്തും പറ്റും. അതിനുള്ള ആമ്പയർ എനിക്ക് ഇന്നുണ്ട്. ജിൻസി അല്ല ബിജി. എനിക്ക് ആ അമ്മച്ചിയുടെ സ്വത്തും വേണ്ട, സ്ഥലവും വേണ്ട. എനിക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എൻ്റെ മക്കളെ കൂടെ വെച്ചുകൊണ്ട് ഒരുത്തനെ കൂടെ കിടന്നിട്ടില്ല. ഹജി കെട്ടാൻ പോകുന്ന ചേച്ചി, എൻ്റെ സ്വന്തം ചേച്ചി, കണ്ടിക്കണക്ക് പണ്ണാൻ കൊടുത്താണ് ഇവിടെ കിടക്കുന്നത്. പൂറി മൂടി സ്വന്തം അനിയത്തിനെ വരെയില്ല, അമ്മേനെ വരില്ലാത്ത പൂറി മൂട്. സ്വന്തം ചേടത്തിന് പറഞ്ഞ അറപ്പ് തോന്നുന്നു മൈരത്തി. നാളെ അവനെ മരിച്ച് വേറെ ഒന്നിനെ കൂടെ കിടക്കും. ഞാൻ കൊടുത്ത 2 കൂട്ടുകാരോടെ കിടന്നു. പിന്നെയാണ് അവള് പൈസക്ക് ആട് ചേർന്നെ. ഞാൻ നല്ല പരിചയപ്പെടുത്ത കൂട്ടുകാരോടെ കടന്നു കൊടുത്തിരിക്കുന്നു. എടുത്തെടുക്കൊണ്ടാ പതിവൃത. സ്വന്തം പെൺമക്കളെ വെച്ചുകൊണ്ട് ഏതോ വേട്ടവനെ വിളിച്ചു വരുത്തി എൻ്റെ വീട്ടിൽ 2 ആഴ്ച കിടന്ന സ്ത്രീയാണ്. സ്വന്തം ഭർത്താവും കൂട്ടുകാരെല്ലാവരും പിടിച്ചിട്ട് ഞാൻ ഉണ്ടായുള്ളൂ രക്ഷപ്പെടുത്താൻ. ഒന്നൊരിക്കലും മറക്കരുത്. എത്ര ലക്ഷം രൂപ മുടക്കിട്ടെന്നറിയോ? 15 ലക്ഷം രൂപ മുടക്കി എൻ്റെ ചേച്ചിക്ക് വേണ്ടിയിട്ട് ഞാൻ. എന്നിട്ട് ഹോസ്പിറ്റലിൽ കിടന്നിട്ട് പോലും, ചാവം കിടന്നിട്ട് പോലും ഞാനേ ഉണ്ടായുള്ളൂ. ഞാൻ എൻ്റെ അമ്മേനെയും മക്കളെയും പറഞ്ഞു വിട്ടത്. എനിക്ക് എന്തുണ്ട് എൻ്റെ ചേച്ചിനെ നോക്കാൻ? ഈ പറഞ്ഞ അമ്മയുടെ അതിൽ 1 രൂപ പോലും ഉണ്ടായില്ല. ചേച്ചിയുടെ ഭർത്താവ് ചേച്ചിയുടെ തല്ലാൻ കൊല്ലാൻ നോക്കിയപ്പോണ്ടല്ലോ 15 ലക്ഷം രൂപ കൊടുത്തിട്ടാണ് ഞാൻ രക്ഷപ്പെടുത്തിയത്. 1, 2 15 ലക്ഷം രൂപ ഞാനേ ഉണ്ടായുള്ളൂ. ഈ ഒരു അനീതി. എന്നിട്ട് പോരാഞ്ഞിട്ട് 2 വർഷം ഞാൻ നോക്കി, ചെലവിന് കൊടുത്തു. ഞാൻ കണ്ണിക്കടൻ്റെ കൂടെ കിടന്നിട്ട് ചേച്ചിനെ നോക്കേണ്ട ഗതികേട എനിക്ക്. കണ്ണിക്കണ്ട ആൾക്കണ്ടൊക്കെ ഞാൻ നേരിട്ട് ഞാനാണ്. എനിക്ക് 3 മക്കളുണ്ട്. ചത്താ മതി എനിക്ക്. നിങ്ങൾക്ക് അറിയില്ല എന്നിട്ടാ ഞാൻ എത്ര ലക്ഷങ്ങൾ കൊടുക്കിട്ടുണ്ടെന്ന് അറിയോ ചേച്ചിക്ക് വേണ്ടിയിട്ട്.
അപ്പോഴൊന്നും ഒരു കണക്കില്ല. ഞാനേ ഉണ്ടായുള്ളൂ.